നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി സോയിൽ നെയിലിംഗ് നടന്ന ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് അപകട ഭീഷണിയിലായ കൊയിലാണ്ടി കുഞ്ഞോറ മലയിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. 22 കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഇടപെടൽ ദേശീയപാത അതോറിറ്റിയിൽ നിന്നുണ്ടാവണം. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വികസന കുതിപ്പിനൊരുങ്ങി കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു നൽകിയ 5 ഏക്കർ ഭൂമിയിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. 12 ക്ലാസ് മുറികളും വിശാലമായ സെമിനാർ ഹാളും 2 കമ്പ്യൂട്ടർ ലാബുകളും ഉൾക്കൊള്ളുന്ന 3 നില അക്കാദമിക് ബ്ലോക്ക് ജൂലൈ 1 വൈകിട്ട് 3 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ക്യാന്റീൻ, പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ, ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നിവയും മന്ത്രി സമർപ്പിക്കും. ചടങ്ങിൽ അഡ്വക്കേറ്റ് PTA റഹീം MLA അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 10 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് പുതിയ അക്കാദമിക് ബ്ലോക്കും ക്യാന്റീനും ഹോസ്റ്റലും നിർമ്മിച്ചത്. സമ്പൂർണ്ണ വൈഫൈ ക്യാമ്പസാക്കി മാറ്റുന്നതിനും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും 90 ലക്ഷം രൂപ അനുവദിക്കുകയും പ്രവൃത്തി പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ലോകത്തിന് മാതൃകയാവുകയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി വിഭാഗം മേഖലാതല ഫയൽ അദാലത്ത് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയിലെ അപേക്ഷകളും പ്രശ്നങ്ങളും തീർപ്പാക്കാനുള്ള നടപടികൾ വൈകിപ്പിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 100-ലധികം അപേക്ഷകളാണ് അദാലത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് SSLC +2 അല്ലെങ്കിൽ ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകൾക്കൊപ്പം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ലഭിക്കും. ഫോൺ നമ്പർ 7994449314. IHRDക്ക് കീഴിലെ തിരുത്തിയാട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10ാം ക്ലാസ്. അപേക്ഷാ ഫോമും വിശദവിവരവും www.ihrd.ac.in ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ രജിസ്ട്രേഷൻ ഫീസായ 150 രൂപ, SC/ST-കാർക്ക് 100 രൂപ സഹിതം ജൂലൈ 5 മുൻപ് പ്രിൻസിപ്പൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുത്തിയാട്, പുതിയറ പൊയ്യോ, കോഴിക്കോട് എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0495272170. മൊബൈൽ നമ്പർ 8547005031. 2024-2025 അധ്യയന വർഷം കേരള സിലബസിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ചവരും CBSE ICSE സിലബസിൽ എല്ലാ വിഷയങ്ങൾക്കും 90% മുകളിൽ മാർക്ക് നേടിയവരുമായ ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് സൈനികക്ഷേമ വകുപ്പ് ക്യാഷ് അവാർഡ് നൽകും. അപേക്ഷകൾ serviceonline.government.in അല്ലെങ്കിൽ കേരള വെബ്സൈറ്റ് മുഖേന ജൂലൈ 31 നൽകണം. അപേക്ഷയുടെ കോപ്പി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. ഫോൺ നമ്പർ 0495277181. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗം നടത്തുന്ന 1 വർഷത്തെ എമർജൻസി മെഡിസിൻ നഴ്സിംഗ് പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM. ഇന്റർവ്യൂ ജൂലൈ 2 രാവിലെ 11 HDS ഓഫീസിൽ നടക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആദ്യ 6 മാസം 3000 രൂപയും പിന്നീടുള്ള 6 മാസം 7000 രൂപയും സ്റ്റൈപ്പൻ ലഭിക്കും. ഫോൺ നമ്പർ 0495235590. കുന്നുമ്മൽ ICDS ഓഫീസിലെ ആവശ്യത്തിനായി 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ടാക്സി പെർമിറ്റുള്ള വാഹനം, ജീപ്പ് അല്ലെങ്കിൽ കാർ വാടകയ്ക്ക് ഓടുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ജൂലൈ 21 ഉച്ചയ്ക്ക് 2 വരെ സ്വീകരിക്കും. ഫോൺ നമ്പർ 049625975584.
ICDS അർബൻ 3 കാര്യാലയ പരിധിയിലെ 4 സെക്ടറുകളിലെ അങ്കണവാടികളിലേക്ക് 2025-26 സാമ്പത്തിക വർഷം മുട്ട പാൽ വിതരണം ചെയ്യാൻ ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 3. ഫോൺ നമ്പർ 049524619197 അല്ലെങ്കിൽ 9995735638. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.